ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വീണ പോകുന്നതിന് മുമ്പ് നമുക്കിനിയും എവിടെയെങ്കിലും വെച്ച് കാണാൻ നിത്യ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് വീണ അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ജീവനെയാണ്. ജീവൻ റൂമിലിരുന്നിട്ട് നിത്യയെ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ജീവനപ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്റർ അവിടേക്ക് വരികയാണ്. നീന സിസ്റ്റർ ജീവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ജീവനെ ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു എന്നൊക്കെ. ആദ്യമൊക്കെ കരുതിയത് എനിക്ക് ജീവനോട് സഹതാപമാണെന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് എനിക്ക് ജീവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നു. എനിക്കാണെങ്കിലും ആരുമില്ല, ഞാനും ഒരു അനാഥയാണ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എനിക്ക് ജീവനെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ജീവനെ നന്നായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. ജീവൻ അപ്പോൾ നീന നേഴ്സിനോട് നീ പോകെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. നീന സിസ്റ്റർ ആണെങ്കിൽ ജീവനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. ജീവൻ അപ്പോൾ സിസ്റ്ററിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കണ്ടേ എന്നൊക്കെ. സിസ്റ്റർ അപ്പോൾ സ്നേഹിക്കണമെന്ന് പറയുന്നു. ജീവൻ അപ്പോൾ നീന സിസ്റ്ററിനെ കോരിയെടുക്കുന്നുണ്ട്. ജീവൻ സിസ്റ്ററിനെ ഒരു സോഫയിൽ കിടത്തുന്നുണ്ട്. അതിനുശേഷം ഒരു തലേണ എടുത്തിട്ട് നീന സിസ്റ്ററിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. നീന സിസ്റ്റർ ശ്വാസത്തിനായിട്ട് പിടയ്ക്കുന്നുണ്ട്. അവസാനം ആ ശ്വാസം നിലയ്ക്കുന്നുമുണ്ട്. അതിനുശേഷം സിസ്റ്ററിനെ എടുത്തുകൊണ്ട് ജീവൻ പോവുകയാണ്. ശേഷം കാണിക്കുന്നത് നിത്യയാണ്. നിത്യ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സുജാത അടുത്തേക്ക് ചെല്ലുന്നു. എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. നിത്യ അപ്പോൾ പറയാണ്, വീണയെ കുറിച്ചാണ് ഓർത്തത്. അവൾ വലിയ സെലിബ്രിറ്റി ആയിട്ടും സ്വന്തം മോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി കണ്ട പോലും ഇല്ലല്ലോ, അവൾക്ക് എങ്ങനെ പറ്റുന്നു എന്നൊക്കെ പറയാണ്. സുജാത അപ്പോൾ പറയുന്നുണ്ട്, ചിലർ അങ്ങനെയാണ്, കുടുംബത്തോട് ഒരു സ്നേഹവും ബന്ധങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, കല്യാണി മോളുടെ കാര്യം കഷ്ടമാണ്, അവൾ ഒരുപാട് അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. സുജാത അപ്പോൾ പറയുന്നുണ്ട്, വീണയ്ക്ക് ഒരിക്കലും കല്യാണിയുടെ അമ്മയാകാൻ പറ്റില്ലെന്നൊക്കെ. ഹരി വേറെ വിവാഹം കഴിച്ചാൽ മാത്രമേ കല്യാണിക്കൊരു അമ്മയുണ്ടാകത്തുള്ളൂ, പക്ഷെ അതിന് തടസ്സമായിട്ടുള്ളത് വീണയാണെന്ന് പറയുന്നു. കല്യാണിയുടെ കാര്യം പോലെ തന്നെയാണ് ഇവിടെ ആദിയുടെ കാര്യവും. ആദിക്കൊരു അച്ഛൻ ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും ജ്യോതി വിവാഹം കഴിച്ചിരിക്കണം. ബുദ്ധിയുടെ വിവാഹം നടക്കണമെങ്കിൽ നിന്റെ വിവാഹം നടന്നേ പറ്റൂ. നീ വിവാഹത്തിന് സമ്മതിക്കാത്തിടത്തോളം കാലം അവളുടെ വിവാഹവും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു. നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് കൂടി ചിന്തിക്കണമെന്നൊക്കെ പറയാണ്. നീ കാരണം പലരുടെയും ജീവിതം വൈകി പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. സുജാത അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അതേസമയം നിത്യ മനസ്സിൽ വിചാരിക്കുകയാണ്, അന്ന് ഞാൻ ജീവനെയല്ലേ കണ്ടതെന്ന്. ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നത് ശരിയാകുമോ എന്നൊക്കെ വിചാരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ജീവനെയാണ്. ജീവൻ ആ നേഴ്സ് പെൺകുട്ടിയും കൊണ്ട് പറമ്പിലേക്ക് പോവുകയാണ്. ജീവൻ പറമ്പിൽ കുഴിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ സിസ്റ്ററിനെ അതിനകത്തിട്ട് മൂടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ തറയിൽ തന്നെ ജീവൻ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു സൈക്കോ ആയി മാറിയിരിക്കുകയാണ് ജീവൻ. പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ അമ്മാവനെയാണ്. അമ്മാവൻ ടെറസിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹരി അവിടേക്ക് വരുന്നുണ്ട്. ഹരി പറയുന്നുണ്ട്, അമ്മാവൻ വീണയെ ഓർത്താണ് കരയുന്നതെന്ന് അറിയാം, എന്തായാലും സ്വന്തം മകളല്ലേ, എനിക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. ഹരി അമ്മാവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതേ സമയത്ത് ജീവൻ പറമ്പിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. ജീവൻ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് എന്തോ തീരുമാനിച്ചതുപോലെ മുന്നോട്ട് നടക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്